എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എനിക്കിപ്പോൾ അമലയാണ്. അമല ഇക്കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലസ്റ്റർ പരീക്ഷയിൽ 2ാം റാങ്ക് നേടി. ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമായ ഒരു ഉദ്യോഗാർത്ഥിയാണ്. നമുക്ക് അമലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, പഠന രീതി എങ്ങനെയായിരുന്നു, അപ്പം അത്തരത്തിലുള്ള എല്ലാ വിശേഷങ്ങളും തിരക്കാം. അമല, സ്വാഗതം. ഹലോ സാർ. അപ്പം അമല എവിടെയൊക്കെയാണ് UG PG ഒക്കെ പഠിച്ചത്? ഞാൻ UG ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഞാൻ PG പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ നേരെ ഡൽഹിയിലേക്ക് നമ്മൾ UG പഠിക്കാൻ വേണ്ടി പോയി. പിന്നീട് PG ചെയ്തു അല്ലേ? ഓക്കെ. പിന്നീട് എങ്ങനെയാണ് PSCയിലേക്ക് എങ്ങനെയാണ് വന്നത്? PSCയിൽ ആക്ച്വലി ഞാൻ ഇങ്ങനെ എക്കണോമിക്സ് റിലേറ്റഡ് ആയ പോസ്റ്റ് ഒക്കെ ആയിരുന്നു നോക്കുന്നത്. ഇപ്പോൾ റെഗുലേറ്ററി ബോഡീസ്, ഞാൻ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ജനുവരിയിലായപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ PSCയുടെ വന്നത്. അപ്പോൾ എൻ്റെ അപ്പനാണ് പറഞ്ഞത് ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അപ്ലൈ ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. ഞാൻ സിലബസ് നോക്കിയപ്പോൾ ഒരുമാതിരി എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു ഓക്കെ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലസ്റ്റർ പരീക്ഷ പറ്റി അച്ഛൻ പറഞ്ഞു, സിലബസ് നോക്കിയപ്പോൾ ഏകദേശം ഓക്കെയാണ് മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് മാസ്റ്റർ കീയിലേക്ക് എത്തിപ്പെട്ടത്? മാസ്റ്റർ കീയിൽ എത്തിപ്പെട്ടത് എൻ്റെ ഫ്രണ്ട് ദേവികയും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം എഴുതേണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ കോച്ചിങ് വല്ലതും നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ദേവികയാണ് പറഞ്ഞത് ഞാനിങ്ങനെ മാസ്റ്റർ കീ എനിക്ക് നല്ലതായിട്ട് തോന്നി, അപ്പോൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മാസ്റ്റർ കീനെ കോൺടാക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ട്രയൽ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ശരത് സാറിന്റെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്ക് സാറിന്റെ മാത്സ് ടീച്ചിങ് എനിക്ക് ഇഷ്ടമായി. സോ ഞാൻ വിചാരിച്ചു യെസ് എന്നാ മാസ്റ്റർ കീയിലോട്ട് പോകാന്ന് പറഞ്ഞു. ഓക്കെ. എങ്ങനെയൊക്കെയായിരുന്നു പഠന രീതിയിൽ? എങ്ങനെയായിരുന്നു? എപ്പോഴാണ് പഠിക്കുന്ന ടൈം? എപ്പോഴായിരുന്നു? എങ്ങനെ സ്റ്റഡി പ്ലാൻ രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ആക്ച്വലി രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരാളുമല്ല, രാത്രി ഇങ്ങനെ എൻ്റെ ആയിട്ട് പഠിക്കുന്ന ആളല്ല. അപ്പോൾ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 8:30, 9 ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും. അത് ഞാനനുസരിച്ച് അപ്പോൾ തന്നെ പഠിക്കാനിരിക്കും. ആൻഡ് മാക്സിമം ഒരു 10:30 വരെ അന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും, അതായത് ഓരോ സബ്ജക്റ്റിലും ഓരോ മോഡ്യൂൾസിന് ഞാനിങ്ങനെ 2 days ആയിട്ട് കൊടുത്തു. അങ്ങനെ അതിനനുസരിച്ച് പഠിക്കുകയും സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുകയും ചെയ്തത്. ഓക്കെ. അപ്പം ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ PSC പഠനത്തിലോട്ട്? അത് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഇപ്പൊ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പം പറയും ഗോ ഫോർ ഇറ്റ് എന്ന് പറയുന്നില്ല, എല്ലാ എക്സാം എഴുതണം എന്നുള്ളൊരു ഇതാണ്. അത് ഏതായാലും അപ്പന് കുഴപ്പമില്ല. നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര നമ്മൾ ട്രൈ ചെയ്യണം, ഒരിക്കലും നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത് എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എൻ്റെ അപ്പന്. അപ്പൊ അത് തന്നെയാണ് എനിക്കും കിട്ടിയേക്കുന്നത്. ഓക്കെ. ഞാനൊരു കാര്യം പറയാം. ഈ ഒരു 3 പരീക്ഷകൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ, ഈ 3 പരീക്ഷകൾക്കും കോച്ചിങ് മാസ്റ്റർ അക്കാഡമി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു 2 എണ്ണത്തിനും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന് പ്രത്യേകത എക്കണോമിക്സുകാർ ജോയിൻ ചെയ്യും, കൊമേഴ്സുകാർ ജോയിൻ ചെയ്യും, മാത്സുകാരും ഉണ്ട്, സ്റ്റാറ്റുകാരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, പലരും ഡിഫറെന്റ് സബ്ജക്റ്റുകളാണ് അല്ലേ? പല സബ്ജക്റ്റ് പഠിക്കുന്നത് പോലുമില്ല. എക്കണോമിക്സ് ആണ് അമല പഠിച്ചത്. അപ്പോൾ എക്കണോമിക്സ് ആയ അമല 2ാം റാങ്ക് വാങ്ങിച്ചു. അപ്പോൾ നാളെ ഒരു കുട്ടി ഇതിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്ങനെ പഠിക്കണം, ഏത് രീതി പഠിക്കണം എന്ന് അമലയുടെ രീതിയിൽ. കാര്യം അമല ഓൾറെഡി ഇത് എക്സാം എഴുതി 2ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, ഉപദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും? ആദ്യം തന്നെ നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കല. അതെന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ അതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഏത് സബ്ജക്റ്റാണെന്ന് ആദ്യം നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് പാടാണല്ലോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത പാടില്ല. നമ്മളെല്ലാം സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മളത് പഠിക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം ഡിഫിക്കൽട്ടായി തോന്നിയ സബ്ജക്ട്സിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതനുസരിച്ച് അത് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അവസാനത്തേക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന എപ്പോഴും നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് നമ്മൾ പഠിച്ചത് നിർത്തണം. അതിന് നമ്മൾ റിവിഷൻ ചെയ്യണം. അതായത് നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ, ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി. ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ തുടങ്ങരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഔട്ട് ഓഫ് പ്ലേസ് ആവും. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം എനിക്ക് തോന്നുന്നു അമലയുടെ കൃത്യമായ രീതിയാണ്. ഏറ്റവും ടഫുള്ളത് ആദ്യം പഠിച്ചു, അങ്ങനെ പഠിച്ചു പോയി. പിന്നീട് ഈസികളിലേക്ക് വന്നു, എല്ലാ സബ്ജക്റ്റിനും ഒരേ പരിഗണന കൊടുത്തു. അങ്ങനെ പഠിച്ചിട്ടാണ് ഈ 2ാം റാങ്ക് നേടിയത്. അപ്പോൾ അടുത്തത് നമുക്കറിയാം, കൺഫർമേഷന് ശേഷം മാസ്റ്റർ അക്കാഡമി ഡെയിലി സ്റ്റഡി പ്ലാൻ ആയിരുന്നു, ഡെയിലി എക്സാം ആയിരുന്നു, പിന്നീട് മോഡൽ എക്സാം എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ മാസ്റ്റർ അക്കാഡമി സ്റ്റഡി പ്ലാനുകളും അതേ കണക്ക് നമ്മുടെ ഡെയിലി എക്സാംസ് എത്രത്തോളം ഉപകാരപ്പെട്ടു? നല്ലോണം ഉപകാരപ്പെട്ടു. അത് എസ്പെഷ്യലി നമുക്ക് ഈ മാത്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് അല്ല കാണണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണമെന്ന് പറയുന്നതിന് നമ്മൾ എന്തായാലും ഈ മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും ഒക്കെ ചെയ്യണം.
അപ്പോൾ ഈ മോഡൽ എക്സാംസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ്, നമ്മുടെ വീക്കായിട്ട് നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മുടെ വീക്ക് ഏരിയാസ് എവിടെയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയുമ്പോൾ നമുക്ക് പിന്നെ എന്തിലൊക്കെയാണ് നമ്മൾ മോറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കും. പിന്നെ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഓരോ ദിവസത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നും ഇങ്ങനെ പാതയായിട്ട് കവർ ചെയ്യാം. അല്ലെങ്കിൽ അവസാനം നമുക്കൊരു ഷെഡ്യൂൾ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പഠിച്ചു തരേണ്ടതെന്നോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അങ്ങനെ മാസ്റ്റർ കീൻ്റെ ഈ സ്റ്റഡി പ്ലാൻസും പിന്നെ അവരുടെ റാങ്ക് ഫയലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അടുത്തൊരു കാര്യം, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ കോഴ്സ് ജോയിൻ ചെയ്തു, അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരു മെന്റർ ഉണ്ടാകണം. മാസ്റ്റർക്കയുടെ ഭാഗത്ത് ഒരു മെന്റർ ഉണ്ടായിരുന്നു, സുമയ മിസ് ആയിരുന്നു മെന്റർ. ഓക്കെ, മിസ്സിന്റെ ഭാഗത്ത് സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഞാൻ എപ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഞാൻ മെസ്സേജ് ചെയ്യുന്നത്, അപ്പം തന്നെ മാം ആണെങ്കിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ 6 ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച മാം തന്നെയായിരിക്കും മെന്ററിനായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം. എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്തത് മാമിനെയാണ്, കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു. കാരണം മാം അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ ടെക്സ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിട്ടിട്ട് നമുക്ക് കുറച്ച് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു ദേഷ്യമൊക്കെ ഉണ്ടാവില്ല. അപ്പൊക്കെ മാം ചെയ്യാം, ഞാൻ നാളെ തന്നെ നോക്കാം, ഞാൻ അങ്ങനെ കുറേ പുറകെ നടന്നിട്ടുണ്ട്, ഇത് അപ്ലോഡ് ആവുമോ, അപ്പോൾ മാം ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുക എന്നിട്ട് മാം കാണിച്ചൊക്കെ തരും. അപ്പോൾ മാമിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ ഇത് നേടാൻ പറ്റിയതിലും മാമിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതെ, അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മെന്റർ സപ്പോർട്ടേ പല കുട്ടികൾ എക്സാം കഴിയുമ്പോൾ തന്നെ നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യാറില്ല. കാര്യം നമ്മുടെ ഗ്രൂപ്പ് വളരെ ഓപ്പണാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരിക്കലും അഡ്മിനുള്ളി അല്ല ഈ ക്ലാസ് ടൈമിലൊന്നും. അപ്പം നമ്മുടെ തിരുവനന്തപുരം ജില്ല 1-ാം റാങ്ക് രാജേഷും പറഞ്ഞ കാര്യം അതാണ്. ഈ രാജേഷ് പലപ്പോഴും പല ക്ലാസ്സുകളും കണ്ടിട്ട് ഇങ്ങനെ സെൽഫായിട്ട് പഠിക്കുമ്പം ഈ കുട്ടികൾ ഡൗട്ട് ചോദിക്കും ഗ്രൂപ്പിനകത്ത്. ആ ഡൗട്ട് കണ്ടിട്ട് രാജേഷ് പറയും, ഈ ഡൗട്ട് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ട് അതിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഗുണം. മാത്രമല്ല ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഡൗട്ടും കാര്യങ്ങളെല്ലാം സുമയ മിസ്സിനോട് ചോദിക്കും. ആ മിസ്സ് പറയും നമുക്ക് എല്ലാം റെഡിയാക്കാം, കാര്യം പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് മാക്സിമം അധ്യാപകരെ കൊണ്ട് തന്നെ റിപ്ലൈ കൊടുത്ത് കുട്ടികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മാസ്റ്റർ കെ അക്കാഡമിക്ക് ഒപ്പം തന്നെ ആ മെന്റർ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഇതേ കണക്ക് തന്നെയാണ് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാകും. അത് നിങ്ങളുടെ ഡൗട്ടുകളായിക്കോട്ടെ, എക്സാമ്പിളായിക്കോട്ടെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കും പിന്നീട് ആരോഗ്യം ജോയിൻ ചെയ്തല്ലേ? ഓക്കെ, സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഈ സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷകളുണ്ട്, ഒരുപാട് പരീക്ഷകൾ വരാറുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് മെയിൻ ആയിട്ടുള്ളവർക്കും മാത്സ് സ്റ്റാറ്റ് ഒരുപാട് എക്സാമ്പിൾ വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നത് ജനറൽ PSC ഫോക്കസ് ചെയ്യണോ, സബ്ജക്ട് ഓറിയന്റഡ് പരീക്ഷ ഫോക്കസ് ചെയ്യണോ? അതിൽ സബ്ജക്ട് ഓറിയന്റഡ് ഫോക്കസ് ചെയ്താൽ നമ്മൾ എത്ര മണിക്കൂറോളം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠിക്കണം എന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അതിപ്പോൾ അത് 2 ഡിഫറെന്റ് അപ്രോച്ചാണ് സ്റ്റഡിങ്. ജനറൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഓരോ സബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷെ സബ്ജക്ട് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ അത് തന്നെ ഫോക്കസ് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ജനറൽ എക്സാമിന് അധികം ടൈം എടുക്കില്ല, കാരണം നമുക്ക് കുറേ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. പക്ഷെ അതുപോലെ സബ്ജക്ട് സ്പെസിഫിക് ആകുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് ഇപ്പൊ ഒരു RO എക്സാം ആണെങ്കിൽ ഒരു PG ക്വാളിഫൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പൊ ആളുടെ നോളജ് എന്തായാലും വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മളും പഠിക്കണം. നമ്മളിങ്ങനെ വിചാരിക്കരുത് അങ്ങനെ ആൾ പഠിച്ചിട്ടുണ്ടാവോ, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനൊരു എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഞാൻ ഈ RO എക്സാം പഠിച്ചപ്പോൾ ഞാനൊരു മാത്സ് സ്റ്റുഡൻ്റ് ആയ ഞാൻ എങ്ങനെ പഠിക്കും, ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയ എങ്ങനെ പഠിക്കും, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്പോൾ സബ്ജക്ട്സ് ഓറിയൻറ്റഡ് എന്തായാലും ടൈം എടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ സബ്ജക്ട് ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഫുള്ളി ഫോക്കസ് ആയിട്ടിരിക്കണം. കാരണം നമുക്കിങ്ങനെ കൂടുതൽ ഫോക്കസ് വരുമ്പോൾ നമ്മൾ കൂടുതൽ എക്സാംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ നമ്മൾ എന്തിലാണ് ഒരു ക്ലിയർ കട്ട് സ്ട്രാറ്റജി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സബ്ജക്ട് ഓറിയൻറ്റഡ് ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെ എക്സാം ആണ്. അതെ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ കുട്ടികളോടും പറയുന്നതാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും പറയുന്നതാണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത് ROക്ക് റിസർച്ച് ഓഫീസറിന് പഠിക്കണം. അത് കഴിഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റിന് പഠിക്കണം. ഇത് റൊട്ടേഷനായിട്ട് നിങ്ങൾ മാറ്റണം. ഈ റൊട്ടേഷനകത്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരെണ്ണം ഡിഗ്രി ലെവലും 2 PG ലെവലുമാണ്. ഓക്കെ, നാളെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിന് ജോലി കിട്ടി കഴിയുമ്പോഴാണ് ആഗ്രഹിക്കുക ഞാൻ RO പഠിച്ചില്ലല്ലോ. അങ്ങനെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇത്രയും കണ്ടന്റുകളുണ്ട്, അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. പഠിത്തം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് അടുത്ത് ഇതിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം എക്കണോമിക്സ് ആയിരുന്നു നമ്മളെ പഠിച്ചത്. അപ്പോൾ എക്കണോമിക്സ് പഠിച്ച ഒരാൾക്ക് മാത്സും സ്റ്റാറ്റും ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കുമോ? യെസ്, ഫോർ ഷുവർ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസ്യൂമർ സർപ്ലസ്,
പ്രൊഡ്യൂസർ സർപ്ലസ്, അതൊക്കെ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് പഠിച്ചാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കോമൺ ആണ്. നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഓൾറെഡി പഠിക്കാനുണ്ട്, സെൻട്രൽ ടെൻഡൻസി ഓൾറെഡി പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊരു ലിങ്കേജ് വരുന്നുണ്ട്, ഇന്റർലിങ്ക്ഡ് ആണ്. ഇപ്പോൾ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാറ്റിയുടെ സിലബസിൽ ഈ ബാങ്കിങ് സെക്ടർ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൽ തന്നെയാണെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്, മണി ആൻഡ് ബാങ്കിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സബ്ജക്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അക്കൗണ്ടിങ് ആണ് ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു ബിഗിനേഴ്സിന് ഒരു ഇതായിട്ട് തോന്നുന്നത്. പക്ഷെ എന്നാലും അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് അറിയാവോ, ഈ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കും, പേഴ്സണൽ മെസ്സേജ് അയക്കും, സാറേ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരുന്നു, ഏതെങ്കിലും 2 സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് പോട്ടെ. എക്കണോമിക്സ് ആണെങ്കിൽ പറയും ഞാൻ കൊമേഴ്സ് പഠിച്ചിട്ട് പോട്ടെ സാർ. മാത്സ് ആയിട്ട് പറയും സാറേ മാത്സ് സ്റ്റാറ്റ് പഠിച്ചിട്ട് പോട്ടെ. ഇവിടെ അമലയുടെ എക്സ്പീരിയൻസ് പറയുന്നത് 4 സബ്ജക്റ്റും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഞങ്ങളും പറയുന്നത് ഇപ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ 4 സബ്ജക്റ്റും പഠിക്കണം, നിങ്ങൾ ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ഉയർന്ന റാങ്കും കിട്ടും, ജോലിയും കിട്ടും. അപ്പോൾ ഒരു കുട്ടി അതായത് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, എക്കണോമിക്സിനായിക്കോട്ടെ, എക്കണോമിക്സ് കഴിഞ്ഞതാണ്, ആ കുട്ടിക്ക് ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പോൾ എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം, സെൽഫായിട്ട് പഠിക്കണോ, സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണോ, റാങ്ക് ഫയൽ വാങ്ങണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പുതിയ ഉദ്യോഗാർത്ഥിക്ക് 0-ൽ തുടങ്ങുകയാണ്, ഓൾറെഡി അക്കാഡമിക്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരികയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സ്വയമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാറ്റിക് അങ്ങനത്തെ സിലബസ് ആകുമ്പോൾ അത് കുറേ സബ്ജക്ട്സ് വരുന്നുണ്ട്, അതിനോടൊപ്പം GK ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ കുറേ ആവും, കാരണം കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് സമയമില്ല. ലൈക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ എക്സാം നടക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നോട്ട്സും എല്ലാം വേണം, എന്നാലും നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ തുടക്കത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് നിങ്ങളൊരു കോച്ചിങ് എടുക്കുക. അപ്പോൾ കോച്ചിങ്ങിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ പോലെ കിട്ടും. അപ്പം നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ബേസിക്കായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ പതിയെ നമ്മളിങ്ങനെ അഡ്വാൻസിലോട്ട് പോകുമ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ തുടക്കത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാവും, പിന്നെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആവും. നമുക്ക് പക്ഷേ ടൈം ഇല്ല നമുക്ക്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കണം. അതുപോലെ തന്നെ റാങ്ക് ഫയൽ കിട്ടുമ്പോൾ റാങ്ക് ഫയൽ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ഫയൽ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയും ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പഠിച്ചു എന്ന് വിചാരിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നാലാണ് നമുക്ക് അറിയുന്നത് നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ പഠിച്ചു എന്ന്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസിനൊക്കെ ഈ റാങ്ക് ഫയലും പിന്നെ മോഡൽ എക്സാംസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഫൈനൽ എക്സാം വരുമ്പോൾ നമുക്കിങ്ങനെ ഓക്കെ ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള നമ്മുടെ ഒരു മെമ്മറി പവർ വരും. അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ റാങ്ക് ഫയലും അങ്ങനത്തെ ഓരോ മോഡൽ ടെസ്റ്റ് എന്തായാലും ചെയ്യണമെന്നാണ്. നിങ്ങൾ ഒരു ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാസ്റ്റർ കീ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം മാസ്റ്റർ കീ ആണ് എനിക്ക് തോന്നുന്നു ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാങ്ക് ഫയൽ കൊടുക്കുന്ന ഏക സ്ഥാപനം. അതും അവരുടെ ക്ലാസ്സസും അവരുടെ മെൻറ്റർഷിപ്പും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ആക്ച്വലി അതൊക്കെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. എനിക്കിങ്ങനെ ഒരു വലിയ വിജയം നേടാൻ സാധിച്ചത് മാസ്റ്റർ കീ കാരണമാണ്. അപ്പോൾ അമലയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാണ് പഠന രീതികൾ, എങ്ങനെയൊക്കെ പഠിച്ചു, ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ നാളെ ഒരു കുട്ടി ഇപ്പം ഒരു എക്കണോമിക്സ് കഴിഞ്ഞൊരു കുട്ടി ഈ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുമ്പം ഈ ഇൻ്റർവ്യൂ കണ്ടാൽ മതി, പഠന രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ സബ്ജക്റ്റും പഠിക്കണമെന്ന് പറഞ്ഞു, റാങ്ക് ഫയൽ വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുകൾ കാണണമെന്ന് പറഞ്ഞു, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങളും അതേ കണക്ക് തന്നെ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും അമലയെ പോലെ തന്നെ നിങ്ങൾക്കും ഉയർന്ന റാങ്കും ജോലി എല്ലാം നേടാൻ സാധിക്കും. അപ്പോൾ ഇനിയും വരും എക്സാമുകളിലെല്ലാം തന്നെ മാസ്റ്റർ തന്നെയാണ് ആരോഗ്യം ജോലി ചെയ്തിരിക്കുന്നത്. എല്ലാ പരീക്ഷകൾക്കും ഉയർന്ന വിജയം ഉണ്ടാകട്ടെ, നല്ല ജോബ് കിട്ടട്ടെ, ജീവിതം നല്ല രീതിയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.